കയറി പോണത് വേറെ ഒന്നുമില്ല കേട്ടോ. ഈ മരത്തുമുള്ള ഇരുമ്പാമ്പുളിയൊക്കെ പൊട്ടിക്കാനാണ്. എന്റെ വീടിന്റെ ബാക്കിലുള്ള മരമാണ് കേട്ടോ. കുഞ്ഞു മരമാണെങ്കിലും കുറേ ഇരുമ്പാമ്പുളി ഉണ്ട് കേട്ടോ. അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ പൊട്ടിക്കണത്. എനിക്ക് ഇതിന്റെ അച്ചാറിട്ട് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാട്ടോ. കുറെ ഒന്നും ഞാൻ പൊട്ടിച്ചില്ല, കുറച്ച് പൊട്ടിച്ചുള്ളൂ. കാരണം നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചീശിമാരൊക്കെ കറയിലിടാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ വരണ്ടാട്ടോ സ്ഥിരം. അപ്പൊ അവർക്കും കൂടി നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ കുറച്ചേ പൊട്ടിച്ചുള്ളൂ. എന്നിട്ടും ഈ ഒരു ബക്കറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ പൊട്ടിച്ചത്. പൊട്ടിച്ചെടുത്ത ഇരുമ്പാമ്പുളി എല്ലാം നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി എടുത്തു കേട്ടോ അമ്മ. എന്നിട്ട് അതിന്റെ മേലുള്ള ആ ഒരു കറുപ്പസാനൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി എടുത്ത് പിന്നെയും കഴുകിയിട്ട് ഇതേപോലെ ഒരു ഇരുമ്പാമ്പുളിനെ 4 കഷ്ണാക്കിയിട്ട് അമ്മ എടുക്കുന്നുണ്ട് കേട്ടോ. നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. ഞാനും ഇടയ്ക്ക് കൂടെ സഹായിക്കുന്നുണ്ട്. എന്നാലും ഒരുവിധം എല്ലാ കാര്യവും ചെയ്ത് അമ്മയാണ് കേട്ടോ. അടുത്ത പരിപാടി ഈ ഇരുമ്പാമ്പുളിയിലേക്ക് നല്ല കല്ലുപ്പിട്ടിട്ട് ഇളക്കി കൂട്ടി വെക്കാന്നാട്ടോ. ഇനി ഇത് ഉണക്കിയതിന് ശേഷമൊക്കെ നമ്മൾ അച്ചാറിടുള്ളൂ. അത് ഞാൻ അടുത്ത ഷോർട്സിൽ കാണിക്കാം കേട്ടോ. ഇടയിൽ കൂടെ വരുന്ന കൈ എന്റെ അസാൻ ചിക്കൻ്റെ കേട്ടോ. അപ്പൊ ഈ ഒരു പുളിനെ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. ഒരു പുളി അമ്മ എടുത്തിട്ട് അസാന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനത് തിന്നോണ്ടിരിക്കുവാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ബൈ.